നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 10, 28 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുമ്പന്മാരിൽ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് മാസം 3-ാം തീയതി തിങ്കളാഴ്ച രാത്രിയിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ കുടുംബനാഥനായ ഈശോയുടെ ചുറ്റും നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ഈശോയോട് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്, ഈശോയ്ക്ക് നമ്മോട് പറയാനുള്ള ഉത്തരമുണ്ട്. ഈശോയോട് പത്രോസ് ചോദിച്ചു, ഇതാ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ഈ ദേവാലയത്തിലായിരിക്കുന്ന നമ്മൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈശോയോട് ചോദിക്കുന്നു, ഇതാ ഞങ്ങൾ ലോകത്തിൻ്റെതായ പലതും ഉപേക്ഷിച്ച്, ലോകത്തിന്റെ ആഘോഷങ്ങൾ, എല്ലാ മനുഷ്യരും വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അലസതയിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് ഇതാ ഈ വചനം കേൾക്കാൻ, ഈ ആരാധന നടത്താൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ ഒരു ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ കുടുംബം ഉപേക്ഷിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് നിന്റെ രാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ തൻ്റെ സമ്പത്ത് ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരാൾ ചോദിക്കുകയാണ്, ഞാൻ എനിക്ക് കിട്ടിയ സമ്പത്തിന്റെ വലിയൊരു ഭാഗം ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു, എനിക്കത് എൻ്റെ തന്നെ സുഖങ്ങൾക്ക് വേണ്ടി, എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ, എനിക്ക് കറങ്ങി നടക്കാൻ, എനിക്ക് വിദേശത്ത് ഒരു പിക്നിക്കിന് പോകാൻ, അങ്ങനെ എനിക്ക് തന്നെ വേണ്ടി പലതും വേണ്ടി ഉപയോഗിക്കാമായിരുന്നത് ഞാൻ അത് വേണ്ട എന്ന് വെച്ച് ഞാനത് ത്യജിച്ച് അങ്ങയുടെ രാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ചു, എനിക്കെന്ത് കിട്ടും? അല്ലെങ്കിൽ ഒരു ദേവാലയം വൃത്തിയാക്കാനായിട്ട് ഞാൻ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തു, ഒരു സമയം, കുറെ സമയം ഞാൻ കർത്താവിന്റെ ആലയത്തിന് വേണ്ടി ചെലവഴിച്ചു,
എൻ്റെ ചിന്ത, എൻ്റെ ശരീരം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ കഴിവുകൾ ദൈവരാജ്യത്തിന് വേണ്ടി പല തലങ്ങളിൽ ഉപയോഗിച്ചു. എനിക്ക് എന്ത് കിട്ടും? ഞാനിതാ ഈ രാത്രിയിൽ അവിടുത്തെ തിരുസന്നിധിയിൽ അവിടുത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്കെന്ത് കിട്ടും? മറ്റുള്ളവരോട് ഞാൻ ഈശോയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു, മറ്റുള്ളവരെ ഞാൻ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. എനിക്ക് എന്ത് കിട്ടും? വളരെ പ്രസക്തമായ ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് പത്രോസ് ഈശോയോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈശോ കൃത്യമായ ഉത്തരം പറയുകയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വെറുതെ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നല്ല, ഈശോ ഒരു ഫോഴ്സ് കൊടുത്തോണ്ട് പറയാണ്, ഒരു സ്ട്രെസ് കൊടുത്തോണ്ട് പറയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും. പ്രിയപ്പെട്ടവരെ, ഈശോ പറയാൻ പോകുന്നത് ആർക്ക് അപ്ലിക്കബിൾ ആണ്? ഈശോയെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും, അതായത് ദൈവരാജ്യത്തെ പ്രതി, സഭയെ പ്രതി, ദൈവസ്നേഹത്തെ പ്രതി, വചനം പ്രഘോഷിക്കുന്നതിന് വേണ്ടി, മറ്റുള്ളവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, ഒരു ദൈവാരാധന നടക്കുന്നതിന് വേണ്ടി, ഒരു ദൈവ ശുശ്രൂഷ നടക്കുന്നതിന് വേണ്ടി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ, അതായത് നിങ്ങൾക്കുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കുള്ള വസ്തുക്കളെ, നിങ്ങൾക്കുള്ള സമ്പത്തിനെ, നിങ്ങളുടെ സുഖങ്ങളെ, നിങ്ങളുടെ സൗകര്യങ്ങളെ എന്നെ പ്രതി ഉപേക്ഷിക്കുന്നവർക്ക് 100 ഇരട്ടി ലഭിക്കും. ഇതൊരു പ്രോമിസാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. നമ്മൾ പറയാറുണ്ട് 1 വെച്ചാ 10, അല്ലേ? 1 വെച്ചാ 10, 2 വെച്ചാ 20. ഈശോ പറയാണ് 1 വെച്ചാ 100, അല്ലേ? 1 വെച്ചാ 100. അപ്പോൾ നമ്മൾ ഒരു ഭവനം ഉപേക്ഷിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി 100 ഭവനങ്ങൾ ഒരുക്കി വെക്കും. നമ്മൾ കർത്താവിന് വേണ്ടി ഒരു പിടി കൊടുക്കുമ്പോ, ഒരു കൈ കൊടുക്കുമ്പോ, കർത്താവ് നമുക്ക് വേണ്ടി 100 കൈകൾ ഒരുക്കി വെക്കും. നമ്മൾ കർത്താവിന് വേണ്ടി ഒരു കാലടി വെക്കുമ്പോ കർത്താവ് നമുക്ക് വേണ്ടി 100 കാൽപാദങ്ങൾ ഒരുക്കി വെക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ജീവൻ ത്യജിക്കുമ്പോ ഈശോ നമുക്ക് വേണ്ടി 100 ജീവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൈയടിച്ച് നന്ദി പറയാം. നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ഭൂമി വേണ്ടെന്ന് വെക്കുമ്പോ ഈശോ നമുക്ക് വേണ്ടി 100 ഭൂമി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ത്യജിച്ചതിനെ കുറിച്ച് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. കാരണം നീ ഈ ലോകത്തിൽ ലോട്ടറി എടുക്കുന്നവരെ പോലെയല്ല. നമ്മൾ ലോട്ടറി എടുക്കുമ്പോൾ നമുക്കൊരു എടുക്കുന്ന സമയത്തൊരു ചിന്തയുണ്ട്, എൻ്റെ 30 വേണമെങ്കിൽ പോയിക്കോട്ടെ, എനിക്ക് 1 കോടി കിട്ടിയാൽ മതി, അല്ലേ? ലോട്ടറി എടുക്കുന്നവരുടെ ചിന്ത എങ്ങനെയാണ്? എനിക്കൊരു 50 ലക്ഷം ഒന്ന് അടിച്ചാൽ മതി, എൻ്റെ 30 രൂപ 100 രൂപ പോയാലും ഒരു കുഴപ്പമില്ല. എടുക്കുന്ന സമയത്ത് ആ ഒരു സന്തോഷത്തോടു കൂടെയാണ് ലോട്ടറി എടുക്കുന്നത്, അല്ലേ? ലോട്ടറി എടുക്കുമ്പോൾ ഒരു കുളിരാണ്. ലോട്ടറി എടുത്തപ്പോൾ അടിച്ചാൽ എന്നതുപോലെയുള്ളൊരു ഫീലാണ്. അടിച്ചു എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ ആ ലോട്ടറിയുടെ റിസൾട്ടൊക്കെ പത്രത്തിൽ വരുന്ന ദിവസം നമ്മൾ ഓരോ അക്കം നോക്കി അവസാനം ഓരോന്ന് കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖം ഇങ്ങനെ പിളിങ്ങി അവസാനം ലോട്ടറി ചുരുട്ടി കളഞ്ഞ പോലെ ആയിരിക്കും മുഖം. ചുളുങ്ങിക്കിടക്കുന്ന ലോട്ടറി പോലെ മുഖമായിട്ട് അപ്പൊ അത് കഴിഞ്ഞു. പ്രിയപ്പെട്ടവർ, അതുപോലെയല്ല. അതുപോലെ നിങ്ങൾ നിരാശപ്പെടേണ്ടവരില്ല. കർത്താവിന് വേണ്ടി നിങ്ങൾ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 100 ഇരട്ടിയായി കിട്ടിയിരിക്കുമെന്ന് വാഗ്ദാനം ജീവിക്കുന്നവനായ ദൈവത്തിന്റെ വാഗ്ദാനമാണ്. കൈയടിച്ച് നന്ദി പറയാം.
1 മിനിറ്റ് നീ കർത്താവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. 1 ഗ്ലാസ് വെള്ളം നീ കർത്താവിന്റെ പേരിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്കതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. 1 വാക്ക് നീ ഈശോയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഒരാളോട് നീ ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാളെയെങ്കിലും നീ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നിനക്കതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈശോയെ പ്രതി ജീവിക്കാൻ ഈശോ നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. ദൈവരാജ്യത്തെ പ്രതി ത്യജിക്കാനും കൊടുക്കാനും, ദൈവരാജ്യത്തിന് അനുകൂലമായി ചിന്തിക്കാനും, ദൈവരാജ്യത്തിന് അനുകൂലമായി പ്രവർത്തിക്കാനും, അതിനുള്ള ശക്തിയോടെ മുന്നോട്ട് പോകാൻ ഈശോ നമുക്ക് പ്രചോദനം തരികയാണ്, പ്രേരണ തരികയാണ്, ആഹ്വാനം ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, ഇത്ര വലിയ ഒരു വാഗ്ദാനം നമ്മുടെ മുൻപിൽ ഉള്ളപ്പോഴും ദൈവരാജ്യത്തെ പ്രതി ജീവിക്കുന്നതിൽ നമുക്ക് തീഷ്ണതയിൽ കുറവ് വന്നു പോയിട്ടുണ്ട്, മാന്യം സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് അനുതപിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും അറിഞ്ഞും അറിയാതെയും വന്നുപോയ വീഴ്ചകളെ ഓർത്ത് അനുതപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കർത്താവിന്റെ മക്കൾ കരമടിച്ച് നന്ദി പറയട്ടെ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ, കൃതജ്ഞതയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ഞങ്ങളുടെ മേൽ വർഷിച്ച കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച്, ശക്തിയോടെ കരമടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിച്ച 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും ഒക്കെ എല്ലാ മക്കളോടും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃതജ്ഞത നിറഞ്ഞൊരു ഹൃദയം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 50 നോയമ്പാചരണം ഇന്ന് ആരംഭിച്ച എല്ലാ മക്കളോടും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ വ്യക്തിപരമായ 7 നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവമക്കൾ പ്രാർത്ഥിക്കട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം.
ഈശോയ്ക്ക് വേണ്ടി ത്യജിക്കാൻ സന്നദ്ധത ഉണ്ടാവുക എന്നത് ഒരു നിയോഗമായിട്ട് മാറട്ടെ. കർത്താവേ, എനിക്ക് ആ ബോധ്യം തരണമേ. ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ചതെല്ലാം നീ എനിക്ക് 100 മടങ്ങായി പ്രതിഫലം തരുമെന്ന ഒരു ബോധ്യം എന്നെ ഈ ജീവിതയാത്രയിൽ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ പ്രചോദിപ്പിക്കട്ടെ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമ്മുടെ കരങ്ങൾ ശിരസിന് മുകളിൽ, കൈമുട്ടുകൾ മടങ്ങാത്ത വിധത്തിൽ ഉയർത്തി ഉച്ചത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഓരോരുത്തരും എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം അഭിഷേകത്തോടെ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം ഈ രാത്രിയിൽ നമുക്ക് സ്വീകരിക്കാം. ഇപ്പോൾ ഇവിടെയും ഓൺലൈനിലുമൊക്കെയായി ഈ ആശീർവാദം സ്വീകരിക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടുകൂടെ ഓർക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്നു. ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗികളായി കഴിയുന്ന എല്ലാവരെയും, ICUയിലും വെന്റിലേറ്ററിലും ഒക്കെ ഉള്ളവരെ, നാളെ ഓപ്പറേഷന് വിധേയരാകാനുള്ളവരെ, പരീക്ഷകൾ എഴുതുന്നവരെ, യാത്ര ചെയ്യുന്നവരെ, ഏകാന്തതയിലും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നവരെ, താമസിക്കാൻ ഭവനമില്ലാത്തവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്നവരെ എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദമ്പതികളെയും, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങളെയും, കൈക്കുഞ്ഞുങ്ങളെയും, വിദ്യാർത്ഥികളെയും, പഠന വൈകല്യമുള്ള മക്കളെയും, ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും, ഡൗൺ സിൻഡ്രോം ഉള്ളവർ, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ളവർ, ലേണിംഗ് ഡെഫിഷ്യൻസി ഉള്ളവർ, സ്പീച്ച് ഡിലേ ഉള്ളവർ, ഹിയറിംഗ് ഡെഫിഷ്യൻസി ഉള്ളവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗബാധിതരായവർ, ഡയാലിസിസ് ചെയ്യുന്നവർ, മാരകമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവർ, മരണാസന്നരായിരിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യ ആശീർവാദം എളിമയോടെ സ്വീകരിക്കാം. ഈശോയേ, സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, സൗഖ്യപ്പെടുത്തുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ശക്തിയും ബലവുമായ സർവസ്വവുമായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി
സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.